പലരുടെയും മനസ്സിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഓണപരീക്ഷ എഴുതണോ? അതൊന്ന് സ്കിപ്പ് ചെയ്താൽ എന്താ പ്രശ്നം? അങ്ങനെ നന്നായിട്ട് പഠിക്കാതെ ഓണപരീക്ഷ എഴുതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഓണപരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം 30 to 40% ഓഫ് സിലബസ് ആണ് നമ്മുടെ ഓണപരീക്ഷയിൽ കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ വിഷയം എടുത്താലും 4 മുതൽ 5 ചാപ്റ്റേഴ്സ് വരെ, ബയോളജിയുടെ കേസിലാണെങ്കിൽ 5 ചാപ്റ്റർ ആണ്, ബാക്കി എല്ലാ വിഷയത്തിലും 4 മുതൽ 5 ചാപ്റ്റർ വരെയാണ് നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് കവർ ചെയ്യുന്നത്. സോ തുടക്കത്തിലുള്ള ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ടൈമിംഗ് നിങ്ങൾക്ക് ആക്ച്വലി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഈ പറയുന്ന ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ച് നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് ആകെ ഒരു 2 മാസത്തെ ഗ്യാപ്പേ നമുക്ക് വരുന്നുള്ളൂ. പക്ഷേ ആ 2 മാസത്തെ ഗ്യാപ്പിൽ നമുക്ക് പഠിച്ച് തീർക്കാനായിട്ടുള്ളത് ഏകദേശം ഒരു നമ്മുടെ സിലബസിൻ്റെ ഏകദേശം 80% സിലബസ് ആയിരിക്കും. അപ്പോൾ അതിൽ ഒരു 40% ഇവിടെ കവറായി, ബാക്കി ഒരു 40% കവർ ചെയ്യുന്നത് ഈ ഒരു 2 മാസക്കാലം കൊണ്ടാണ്. അതും നിങ്ങൾക്കറിയാം, ക്രിസ്മസ് പരീക്ഷയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് ടേമിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് സെക്കൻഡ് ടേമിലേക്ക് ചോദിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയൊരു ബേർഡൺ ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, പക്ഷെ സമയമോ വളരെ കുറച്ച്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത്, ഓണപരീക്ഷയ്ക്കുള്ള ചാപ്റ്റർ എങ്കിലും നമ്മൾ ഈ സമയം പഠിച്ച് നന്നായിട്ട് തീർത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേമിൽ നമുക്ക് ആ ഒരു ടേമിൻ്റെ പോർഷൻ മാത്രം നന്നായിട്ട് പഠിക്കാനായിട്ട് ഒരുപാട് സമയം അങ്ങനെ ലഭിക്കും. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഓണപരീക്ഷയുടെ സിലബസും പഠിക്കണം, ക്രിസ്മസ് പരീക്ഷയുടെ സിലബസും പഠിക്കണം, എല്ലാം കൂടി നമുക്ക് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ മോഡൽ എക്സാമായി, പ്രാക്ടിക്കൽ എക്സാമായി, ഫൈനൽ എക്സാമായി. കണ്ണടച്ച് തുറക്കും മുമ്പ് തന്നെ നമ്മുടെ ഫൈനൽ എക്സാം, അതായത് ബോർഡ് എക്സാമിൽ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പം നമുക്ക് ഈ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശടപടേന്നായിരിക്കും, പിന്നെ ഒന്നിനും നമുക്ക് സമയം ലഭിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് മക്കൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഓണപരീക്ഷയുടെ സിലബസ് കൃത്യമായി പഠിച്ച് എക്സാം എഴുതണം. അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അധികം സമയമില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഈ കിട്ടിയ സമയം നന്നായിട്ട് യൂസ് ചെയ്യുക, വൈസായിട്ട് യൂസ് ചെയ്യുക, സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ടുള്ള സമയം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അതുകൊണ്ട് പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകട്ടെ. ഓണപരീക്ഷയ്ക്ക് നമുക്ക് പൊളിച്ചെടുക്കാം.